എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് നമ്മൾ എല്ലാവരും. ഏപ്രിൽ മാസം 7, 8 തീയതികൾ ഈ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഏപ്രിൽ മാസം 7-ാം തീയതി സൂര്യഗ്രഹണവും 8-ാം തീയതി കറുത്ത വാവും ഒരുമിച്ച് വരികയാണ്. ഈ ഒരുമിച്ച് വരുന്നൊരു സാഹചര്യം കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലെ തന്നെ വിലപ്പെട്ട ഒരു സമയം സമ്മാനിക്കുകയാണ്. സൂര്യഗ്രഹണത്തിനും കറുത്ത വാവിനും ശേഷം കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായി തന്നെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യ നക്ഷത്ര ജാതകരായ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ മാറ്റത്തിന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസങ്ങളാണ് അശ്വതി നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഇത് സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ വഴി തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ് സൂര്യഗ്രഹണവും കറുത്ത വാവും. മാതൃസ്വത്തിന് യോഗം, വിദ്യാഭ്യാസ വകുപ്പിൽ ഔദ്യോഗിക മേന്മ, ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ തക്കതായ സാഹചര്യങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറാൻ ഭാഗ്യം, സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം, കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടാൻ സാഹചര്യം, സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും, സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റവും ഈ ദിവസങ്ങൾക്ക് ശേഷം പ്രതീക്ഷിക്കാം, വാഹന വായ്പ ലഭ്യമാകാനും സാധ്യതയുണ്ട്. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ഠിവ്രതം, ഭസ്മാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ ദിവസങ്ങൾക്ക് ശേഷം മേലുദ്യോഗ പദവിക്ക് ഒരു യോഗം ഭരണി നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. ദൂരദേശത്തു നിന്ന് ചില സാമ്പത്തിക സഹായ സാധ്യതകൾക്ക് വഴിയൊരുക്കും. മംഗല്യകാര്യത്തിനും അനുകൂല സമയമാണ്. പുത്തൻ ഗൃഹയോഗം, ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്താൻ നല്ല സമയമാണ്. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗം. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം, മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് ചില സഹായങ്ങൾ ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ്. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുകയാണ്. ശുഭകാര്യ യോഗം, മത്സര രംഗത്ത് നേട്ടം, ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവ്, കോടതി കാര്യങ്ങളിൽ സമാധാനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില വഴികൾ തുറക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം, നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് 2 വട്ടം ആലോചിക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം ലഭിക്കാനും ഉള്ള യോഗം ഉണ്ട്. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കാൻ ശ്രദ്ധിക്കണം. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇഷ്ടക്കാരിൽ നിന്ന് ചില സന്തോഷ വാർത്ത കേൾക്കാനും യോഗം ഉണ്ട്. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം
ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സൂര്യഗ്രഹണത്തിനും കർത്തവാവിനു ശേഷം കർമ്മ പുരോഗതിക്ക് അനുകൂല സമയമാണ്. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടാൻ സാധിക്കും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് യോഗവും കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം പ്രതീക്ഷിക്കാം. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നു ചേരും. അഭിഭാഷക രംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാ ഭാഗ്യവും കാണുന്നുണ്ട്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കും. സർക്കാർ മേഖലകളിൽ ആനുകൂല്യം ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലകളിൽ സ്ഥാനക്കയറ്റം, വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാൻ യോഗം. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാനും സാധിക്കും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള എല്ലാ യോഗങ്ങളുമുണ്ട്. ദൂരദേശത്ത് നിന്നും ശുഭവാർത്ത. കടബാധ്യതകൾ തീർക്കാൻ അവസരങ്ങൾ. കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്തു നിന്ന് സഹായം ലഭിക്കും. വ്യാപാര പ്രതിസന്ധികൾ തരണം ചെയ്യും. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും സാധിക്കും. നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കും. പ്രണയബന്ധം ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കർമ്മരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാനും അവസരങ്ങൾ കാണുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച്. മനസ്വസ്ഥത വർദ്ധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ദുഷ്ചിന്തകൾ വിട്ടൊഴിയുകയും ചെയ്യും. രോഗാരിഷ്ഠിതകളും ദുഃഖ അനുഭവങ്ങളും മാറിത്തുടങ്ങും. മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ മാറ്റിവെക്കണം. ബുദ്ധിസാമർഥ്യം, വാക്കുസാമർഥ്യം എന്നിവ കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. അർശോരോഗം, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കേണ്ട കാലമാണ്. വേണമെങ്കിൽ ശസ്ത്രക്രിയ നടത്താം. കച്ചവടത്തിലൂടെ സാമ്പത്തിക ലാഭം നേടാൻ സാധിക്കുന്ന നക്ഷത്ര ജാതകർ കൂടിയാണ് ചോതി നക്ഷത്ര ജാതകർ. ചില സാഹചര്യങ്ങൾ കൊണ്ട് തടഞ്ഞു വച്ചിരുന്ന ശമ്പളത്തുക ലഭിക്കാനുള്ളൊരു ഭാഗ്യവും ഈ സമയത്ത് ഇവർക്ക് കാണുന്നുണ്ട്. ദൂരയാത്രകൾ വേണ്ടിവരും. പാപകർമ്മങ്ങളെയും സത്യത്തെയും മറച്ചുവെച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും. ആലോചനയിലുള്ള പുനർവിവാഹം നടത്താൻ നല്ല സമയമാണ്. തർക്കവിഷയങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. പുതിയ വീടിനുള്ള ശ്രമം വിജയത്തിലേക്കെത്തും. അതുപോലെ തന്നെ ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ശത്രുതാ സംഹാര മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മനസ്സിലും വീട്ടിലും സന്തോഷമായ അന്തരീക്ഷം തുടരുന്ന ദിവസങ്ങളാണ്. മക്കൾക്കൊരു തൊഴിൽ ലഭിക്കുന്നതിലൂടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഉയരങ്ങളിൽ എത്തും.
മാതാപിതാക്കൾക്കും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട സമയം തന്നെയാണ്. വീട്ടിലെ കലഹങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ശത്രുക്കളിൽ നിന്നുള്ള ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കണം. ഉദരബന്ധിയായ രോഗങ്ങൾ, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. ചില ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. സ്ഥാനമാനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്നിലും തൃപ്തി തോന്നുകയില്ല. ധനലാഭങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകളും ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും. ബന്ധുജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക.